അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. നമ്മളെല്ലാവരും മദ്രസകളിലേക്കും സ്കൂളിലേക്കും ട്യൂഷനുകളിലേക്കും മറ്റു പല സദസ്സുകളിലേക്കും പോകുന്നവരല്ലേ. പക്ഷെ പലപ്പോഴും നമ്മളതിൻ്റെ മര്യാദകൾ, അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മറന്നു പോകാറുണ്ട്. നമ്മൾ ആദ്യം ഒരു സദസ്സിലേക്ക് കയറുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതെ, സലാം പറയണം. പൂർണ്ണമായി സലാം പറഞ്ഞുകൊണ്ട് ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സദസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ അനുവാദം തേടിയതിന് ശേഷമാണ് നാം നമ്മുടെ ക്ലാസ്സുകളിലേക്കോ വിദ്യാലയങ്ങളിലേക്കോ പ്രവേശിക്കേണ്ടത്. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നേരെ എത്തിക്കൊണ്ട് ഏറ്റവും പിറകിൽ പോയിരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലുമല്ല. നാം മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും മുന്നിൽ പോയാണ് ഇരിക്കേണ്ടത്, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സദസ്സിലേക്ക് മുന്നിൽ കയറിയിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഏതൊരു പരിപാടിയിലും ഏതൊരു സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴും സലാം പറഞ്ഞ് ഏറ്റവും മുൻപിലേക്കിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്, ഞാനും നിങ്ങളും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതെ, ഇരിപ്പിടം നോക്കേണ്ടതുണ്ട്. ചിലപ്പോൾ വെയിലും തണലുമൊക്കെ കൂടിക്കലർന്നിരിക്കുന്ന ആ ഒരവസ്ഥയിൽ നമ്മൾ അവിടെ ഇരിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിരോധിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് വെയിലും തണലും കൂടിക്കലർന്ന അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നമ്മുടെ സുഹൃത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാം വേണം അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ മദ്രസകളിലേക്കോ നമ്മുടെ ക്ലാസ് മുറിയിലേക്കോ കയറിയതിന് ശേഷം നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഇടയിൽ കയറി അവരുടെ നടുവിൽ പോയിരുന്ന് അവരെ സംസാരം ഇടങ്ങേറാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. കാരണം അത് അവർക്കൊരു പ്രയാസം സൃഷ്ടിക്കലാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അവരുടെയൊക്കെ ഇടയിലേക്ക് ചെന്ന് അവരുടെ സൈഡിലേക്കോ അല്ലെങ്കിൽ അവരോട് സലാം പറഞ്ഞ് അവരുടെ സൈഡിലേക്ക് മാറിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സദസ്സിലേക്ക് കയറി ചെന്നാൽ ചിലപ്പോൾ ആ സദസ്സിൽ നമ്മളെക്കാൾ എത്രയോ ചെറിയ കുട്ടികളുണ്ടാകും, അവരവിടെ ഇരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മളെക്കാൾ പാവപ്പെട്ടവരുണ്ടാകും. ആ വേളയിൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയല്ല, മറിച്ച് നമ്മൾ മറ്റൊരു ഇരിപ്പിടം തിരഞ്ഞ് അവിടെ ഇരിക്കുകയാണ് വേണ്ടത്. ഇനി നമ്മളൊക്കെ ചിലപ്പോൾ നേരത്തെ എത്തി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ മറ്റൊരു സുഹൃത്ത് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യരുത്? അവനെ ഇരിക്കാതിരിക്കാൻ, അവന് പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള എഴുത്തൊന്നും ഇരിക്കരുത്. നമ്മളെങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമ്മൾ അവനും കൂടി ഇരിക്കാനുള്ള ഒരു സ്ഥലവും അവനുള്ളൊരു സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ നേരെ കയറി ചെന്ന് നമ്മൾ കാലും വീശി ഇരിക്കരുത്. നമ്മൾ കുറച്ച് സൈഡിലേക്ക് മാറിയിരുന്ന്, ഏറ്റവും മുന്നിലാണെങ്കിൽ ഏറ്റവും മുന്നിലുള്ള ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു കൊണ്ട് ബാക്കിയുള്ളവർ കൂടി ഇരിക്കാനുള്ളൊരു സൗകര്യം ഞാനും നിങ്ങളും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളൊക്കെ മറക്കുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഒരു സദസ്സിലോ ഒരു മദ്രസയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോരുമ്പോഴോ അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മളൊക്കെ മറക്കലുണ്ട്, ഇല്ലേ? നമ്മളെല്ലാം മറക്കുന്ന ഒരു കാര്യമാണ്. പടച്ചവനോട് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പടച്ചുകൊണ്ട് പുറത്ത് മാപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന പലപ്പോഴും നമ്മൾ മറക്കാറില്ലേ? അതുകൊണ്ട് ഇനി മറക്കാൻ പാടില്ല. ഏതാണ് ആ പ്രാർത്ഥന? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ പ്രാർത്ഥന നമ്മൾ ആരും മറക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ സദസ്സുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിലോ മദ്രസയിലോ ഒക്കെ ഉസ്താദിനോട് അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ക്ലാസ് ശ്രദ്ധിക്കാതെ അശ്രദ്ധപൂർവ്വം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ പുറത്ത് കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു പ്രാർത്ഥനയെ മുറുകെ പിടിക്കണം. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സിലെ ഏറ്റവും നല്ല മിടുക്കനായ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആവാൻ ഇൻഷാ അല്ലാ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ഇനിയൊരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.